അല്ല, നമ്മളിപ്പോൾ ഇന്ന് ഈ സമരം ഇവിടെ ആരംഭിച്ചു. തീർച്ചയായിട്ടും ഈ തൊഴിലാളികളെ സംബന്ധിച്ച്, കാരണം ഇവിടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് വേണ്ടത്ര ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഏറ്റെടുത്ത ഡിവിഷനിൽ ഇന്ന് ജോലി ചെയ്യുന്ന 70-75ഓളം തൊഴിലാളികളും ആ തൊഴിലാളികൾക്ക് പുറമെ ഗ്രാറ്റുവിറ്റി ലഭിക്കേണ്ട തൊഴിലാളികൾ ഉൾപ്പെടെ 100-113ഓളം ആളുകളുണ്ട്, തൊഴിലാളികളാണ്. ഈ തൊഴിലാളികൾ ഈ തോട്ടം ഏറ്റെടുക്കുമ്പോൾ, ഈ ഡിവിഷൻ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഡിവിഷനിൽ താമസിച്ച് ആ ഡിവിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ നാളെ എന്ത് എന്നുള്ളത് ആരും പറയുന്നില്ല. ഏറ്റെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്, ജില്ലാ കളക്ടർക്ക് ബാധ്യതയുണ്ട്, സ്പെഷ്യൽ ഓഫീസർക്ക് ബാധ്യതയുണ്ട്. കാരണം ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി മാത്രമല്ലേ ഇവർ ഏറ്റെടുക്കുന്നുള്ളൂ, ആ ഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി അവിടെ താമസിക്കുന്നുണ്ട്. ആ അവിടുത്തെ ഫാക്ടറി ഏറ്റെടുത്തു, ഫാക്ടറിയിലെ തൊഴിലാളിയുണ്ട്. അപ്പോൾ ആ തൊഴിലാളിയുടെ അവസ്ഥ എന്ത് എന്നുള്ളത് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്, അവരത് പറഞ്ഞിട്ടില്ല. ആ പറയാത്ത ശരിക്കും ഈ തൊഴിലാളികൾക്ക് സാധാരണ ഒരു എസ്റ്റേറ്റിൽ ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുമ്പോൾ നോട്ടീസ് കൊടുക്കണം. ഒരു എസ്റ്റേറ്റ് പൂട്ടുകയാണെങ്കിൽ ആ തൊഴിലാളികളെ സംബന്ധിച്ച് അവരെ ഒഴിവാക്കണമെങ്കിൽ അതിന് നോട്ടീസ് കൊടുക്കണം, പിരിച്ചുവിടൽ നോട്ടീസ് കൊടുക്കും. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ആ തൊഴിലാളി എവിടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആ ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. അത് സംബന്ധിച്ച് വ്യക്തതയുണ്ടാക്കാൻ ഇന്ന് ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. സർക്കാർ ഏറ്റെടുത്താൽ മാനേജ്മെൻറ്റ് ഇല്ലാതായതാണ്. മാനേജ്മെൻറ്റ് ഇല്ലാതായാൽ ഈ തൊഴിലാളിക്ക് ജോലി കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമായിരുന്നത് മാനേജ്മെൻറ്റിനോടാണ്. മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി സർക്കാർ ഏറ്റെടുത്താൽ ആ തൊഴിലാളിയുടെ ജോലി സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാക്കേണ്ടത് തീർച്ചയായിട്ടും സർക്കാരാണ്. ആ സർക്കാർ ആ വ്യക്തത ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായിട്ട്, സ്പെഷ്യൽ ഓഫീസർ ഈ ചുമതല ഏൽക്കുമ്പോൾ ഇവിടെ തൊഴിലാളി ഉണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണ്ടേ, ആ തൊഴിലാളി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണ്ടേ, അതിനുള്ള നടപടിക്രമങ്ങൾ നീക്കണ്ടേ? അത് ചെയ്തിട്ടില്ല. അതൊക്കെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗുരുതര വീഴ്ച തന്നെയാണ്. അത് തീർച്ചയായും ഒരു സംശയമില്ല. ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ടല്ലേ ഇന്നലെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ പതുക്കെ ഉത്തരവാദപ്പെട്ടവരൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറിയില്ലേ? അത് അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കലല്ലേ. തൊഴിലാളി ആരും ഇവിടെ പണി വേണമെന്ന് പറഞ്ഞിട്ടില്ല, ട്രേഡ് യൂണിയനുകൾ ഇവർക്ക് ഇവിടെ പണി നിലനിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ചർച്ചയിലും അത് പറഞ്ഞിട്ടില്ല. അവർക്ക് കൃത്യമായ നിയമപരമായ ആനുകൂല്യങ്ങൾ നൽകി അവരെ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. അത് മാനേജ്മെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതായത് എസ്റ്റേറ്റിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുമ്പോൾ ആ നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഈ തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി അവരെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവിടെ തൊഴിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അത് തെറ്റായിട്ടുള്ള ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഇന്ന് ഭൂമി ഇന്നലെ ഏറ്റെടുത്തോടുകൂടി ഈ തൊഴിലാളി നാളെ എന്ത് എന്നുള്ളൊരു അനിശ്ചിതത്വമുണ്ട്. ആര് ഉത്തരവാദിത്തം പറയുമെന്നുള്ള അനിശ്ചിതത്വമുണ്ട്. തീർച്ചയായിട്ടും ആ അനിശ്ചിതത്വത്തെ ഒഴിവാക്കി കൃത്യമായി ഉത്തരം പറയേണ്ടവർ ഉത്തരം പറയാൻ വേണ്ടിയുള്ള നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് സർക്കാരായിരുന്നില്ലേ? അങ്ങനെ ആ ഭാഗത്തല്ല, നമ്മളത് അങ്ങനെ ആ രീതിയിൽ പോയിട്ട് എന്നെ കുഴപ്പിക്കാൻ ഞങ്ങൾ നോക്കണ്ട. അതെന്താ അറിയാം, അതൊന്നുമല്ല. സർക്കാർ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ ഇത്ര തൊഴിലാളിയുണ്ട്, ആ തൊഴിലാളിയുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, മന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ട് ലേബർ കമ്മീഷന് ചർച്ച വിളിക്കാൻ 1 മാസം എടുത്തു. അത് മുഖ്യമന്ത്രി തറക്കല്ലിടാൻ 27-ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് 25-ാം തീയതി യോഗം വിളിച്ചത്. അപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്താൽ പോലും ആ നിർദ്ദേശത്തിൽ വളരെ കൃത്യമായി ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ പങ്കെടുത്ത യോഗത്തിൽ ഇവിടെയുള്ള സിറ്റുവേഷൻ മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ലേബർ കമ്മീഷക്ക് ഉത്തരവാദിത്തമല്ലേ ആ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടപ്പായോ ഇല്ലേ എന്നുള്ള റിവ്യൂ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ. അത് നടപ്പിലായില്ലെങ്കിൽ ഈ തൊഴിലാളിയുടെ അവസ്ഥ എന്തെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടല്ലോ, ലേബർ കമ്മീഷനുണ്ട് ഉണ്ടല്ലോ. അവരല്ലേ മീറ്റിംഗ് വിളിച്ചത്, മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി നടപ്പിലായോ ഇല്ലയോ എന്ന് റിവ്യൂ ഉണ്ട്. അത് അവർ മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനു വേണ്ടി ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഓഫീസർക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്. ഈ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തമുണ്ട്. DDMA ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്ന ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭൂമി മാത്രമല്ല DDMA ആക്ട് പ്രകാരം കളക്ടർ ഏറ്റെടുക്കുന്നത്. ഈ ഭൂമിയിൽ ജോലി ചെയ്ത തൊഴിലാളി, അതിനാണ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. തൊഴിലാളി കൂടി ചേരുമ്പോൾ മാത്രമാണ് ഇവിടെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമി കൈവശം വെക്കാൻ തോട്ടമുടമകൾക്ക് അവകാശം ലഭിക്കുന്നത് പ്ലാന്റേഷൻ ആകുമ്പോഴാണ്. അത് പ്ലാന്റേഷൻ തന്നെ തൊഴിലാളികൾ കൂടി അടങ്ങുന്നതാണ് പ്ലാന്റേഷൻ. തൊഴിലാളിയെ മാറ്റി നിർത്തിയിട്ടൊരു പ്ലാന്റേഷൻ ഇല്ല. ആ തൊഴിലാളി കൂടി അടങ്ങുന്ന ഒരു പ്ലാന്റേഷൻ ഏറ്റെടുക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ തൊഴിലാളിയുടെ കാര്യം കൂടി ആലോചിക്കേണ്ടതായിരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അത് ആലോചിച്ചില്ല എന്നില്ല, അവരുടെ ശ്രദ്ധയിലുണ്ട്. ഇന്നലെ സബ് കളക്ടർ പറഞ്ഞത് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്,
അപ്പോൾ കോടതിയോട് പറഞ്ഞ് നാളെ കോടതിയിലെ വ്യവഹാരം മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും കൂടി മാസങ്ങളോളോ വർഷങ്ങളോളോ നീണ്ടുപോകുന്നത് വരെ ഈ തൊഴിലാളി എന്തെന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കണമെന്നൊരു സ്ഥിതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ ആലോചിച്ച് ഇത്തരമൊരു സമരം ആരംഭിച്ചത്. തീർച്ചയായിട്ടും ശരിയായ നിലയ്ക്ക് തന്നെ ഏതെങ്കിലും തരത്തിൽ പുനരധിവാസത്തെ തടസ്സപ്പെടുത്താതെ തന്നെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിട്ട് തന്നെയാണ് യൂണിയനുകൾ മുന്നോട്ട് പോവുക. അപ്പോൾ എന്താണ് ഇതിലൊരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ഇടപെടലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച വന്നതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ഏത് രീതിയിൽ ഇടപെടണം എന്നാണ് നമ്മൾ സർക്കാർ തലത്തിൽ മറ്റന്നാൾ ചർച്ച വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച. ആ ചൊവ്വാഴ്ച ചർച്ചയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകുന്ന ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉത്തരവാദപ്പെട്ടവർ പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തിയെങ്കിൽ മാത്രമേ അത് തീരുള്ളൂ, പ്രശ്നം തീരുള്ളൂ. പ്രശ്നം തീരുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. ഇപ്പോൾ കോടതിയിൽ ഈ പണം കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ആ പണത്തിൽ നിന്ന് കൊടുക്കണമെന്നാണോ അതോ ആ പണത്തിൽ നിന്ന് കൊടുക്കണമെന്നാണ്? അതിപ്പോൾ സർക്കാർ ഇടപെട്ട് കൊടുക്കണമെന്നാണ്. അതെ, ഗവൺമെൻറ് ഇടപെടണം. ഗവൺമെൻറ് അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. AG ഒക്കെ ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് ജനറലിൻ്റെയൊക്കെ ഉത്തരവാദിത്തം അതല്ലേ. ഇവിടെ ഇങ്ങനൊരു വിഷയം കൂടി ഉണ്ട്. അതിൽ ആ തൊഴിലാളികളുടെ വിഷയം പരിഹരിക്കാൻ ഈ പണത്തിൽ നിന്ന് ആ പണം നൽകുന്നതിനുള്ള ഉത്തരവ് കോടതിയുടെ ഉണ്ടാവണമെങ്കിൽ കോടതിയെ അത് ധരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. അവരത് നിർവഹിക്കണം. അത് നിർവഹിക്കുന്ന തരത്തിൽ അഡ്വക്കേറ്റ് ജനറലിനെ അത് ബോധ്യപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണം. ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഭൂമി ഏറ്റെടുക്കൽ മാത്രം നോക്കിയാൽ പോരാ, ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും വേണം. അത് ശ്രമിച്ചാൽ പ്രശ്നം തീരും.